സംഗീതം മനുഷ്യന്റെ മനസ്സിനെ ശാന്തമാക്കുകയും ജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്ന മഹത്തായ കലാരൂപമാണെന്ന് മാണി സി കാപ്പൻ എം.എൽ.എ. പറഞ്ഞു. പാലാ സർഗ മ്യൂസിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എസ് ജാനകി അനുസ്മരണ സമ്മേളനവും 10ാം വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതത്തിന്റെ മാധുര്യവും പ്രാധാന്യവും എടുത്തു പറയുന്ന എം.എൽ.എ. ചെറുപ്പം മുതലേ സംഗീതത്തോട് തനിക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്നും സംഗീത ലോകവുമായി ആത്മബന്ധം നിലനിർത്താൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണെന്നും പറഞ്ഞു. ഏറെ സന്തോഷമുണ്ട് ഇന്നിവിടെ വരുമ്പോൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ. നേരത്തെ പാലായിൽ ഒരുപാട് സംഗീത പ്രോഗ്രാമുകളും സംഗീത ക്ലബ്ബുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് കുറഞ്ഞിരിക്കുകയാണ്. ഞാനതിൽ 2 പാട്ട് കേട്ടിട്ട് പോകുന്നുള്ളൂ. അതിൻ്റെ കാരണം ഈശ്വര പ്രാർത്ഥന ഇത്ര ഗംഭീരമാണെങ്കിൽ മറ്റു പാട്ടുകൾ എത്ര ഗംഭീരമായിരിക്കും എന്നാലോചിക്കുക. ഈശ്വര പ്രാർത്ഥന ആലപിച്ച പ്രിയ സുഹൃത്തിനെ ഞാൻ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന കലാപരവും കായികപരവുമായ വാസനകളെ തട്ടി ഉണർത്തി അവയെ പരിപോഷിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമാകുകയുള്ളൂ. ഇന്ന് കലാകാരന്മാരും കായിക താരങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന ലഹരി പ്രശ്നങ്ങളൊന്നും അന്നില്ലായിരുന്നു. അതിലേക്ക് നമ്മൾ ആ പഴയ കാലഘട്ടത്തിലേക്ക്, സംഗീത ലോകത്തേക്ക്, കലാലോകത്തേക്ക്, കായിക രംഗത്തേക്ക് തിരിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എസ് ജാനകിയമ്മയുടെ ഗാനങ്ങൾ മലയാളികളുടെ ഹൃദയത്തിൽ എന്നും മായാത്ത ഓർമ്മയായി നിലനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലാ മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്കിന് സമീപം SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സർഗ എക്സിക്യൂട്ടീവ് മെമ്പർ രാജേഷ് M.K.യുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ജോയിന്റ് സെക്രട്ടറി ബിജു ജോസ് സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ സർഗ രക്ഷാധികാരി ജോഷി പരമല അധ്യക്ഷത വഹിച്ചു. കൂപ്പൺ നറുക്കെടുപ്പ് ഉദ്ഘാടനം കൗൺസിലർ ദിയ ബിനു പുളിക്കക്കണ്ടം നിർവഹിച്ചു. പക്ഷേ തീർച്ചയായിട്ടും പാട്ട് ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് 90s-ലെ 80s-ലെ പാട്ടുകളാണ്. അപ്പോൾ കൂട്ടുകാർ കേൾക്കുമ്പോൾ കളിയാക്കും. പക്ഷേ കുഞ്ഞുനാളിലെ തൊട്ട് അച്ഛൻ കാർലോ അല്ലെങ്കിൽ ഇവർ കേട്ട് വളർന്നത് ഈ കുഞ്ഞിലത്തെ പാട്ടുകളാണ്. അല്ലെങ്കിൽ അമ്മ എപ്പോഴും പറയും, നിങ്ങൾ എന്ത് പാട്ട് കേൾക്കുന്ന എന്ത് പൊട്ടപ്പാട്ടുകളാണ്, എത്രയോ അർത്ഥവത്തായ വരികളാണ് പണ്ടത്തെ പാട്ടുകൾക്കുള്ളത്, അങ്ങനെയൊക്കെ പാടാൻ നിങ്ങളുടെ ജനറേഷന് പറ്റുമോ എന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ പാട്ട് ഒത്തിരി ആക്സസിബിളായി മാറി. യൂട്യൂബിലാണെങ്കിലും സ്പോട്ടിഫൈയിലാണെങ്കിലും ഏത് പാട്ടും നമ്മൾക്ക് ലിറിക്സ് ഉൾപ്പെടെ കിട്ടും. അപ്പോൾ ഒത്തിരി ആൾക്കാരിലേക്ക് സംഗീതം എത്തുന്നുണ്ട്. എസ് ജാനകിയമ്മയെ അനുസ്മരിച്ച് ബിജു ജോസ് സംസാരിച്ചു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിൻ കടലെ കാറ്റിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ. വാർഡ് കൗൺസിലർ സനൽ രാഘവൻ, SNDP യോഗം സെക്രട്ടറി ഷിബു കല്ലറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൗൺസിലർമാരായ ദിയ ബിനുവും സനൽ രാഘവനും ചേർന്ന് ഗാനം ആലപിച്ചു. തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാനിടാം ആകാശ പൊന്നാന നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാന നിലകളെ ആകാത്തിൽ തൊട്ടേ വരാം. തുമ്പീവാ തുമ്പക്കുടത്തിൽ. സതീഷ് KV നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് നടന്ന നിത്യവസന്ത ഗാനസംഗമം സംഗീത ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. i4A ന്യൂസ് പാലാ.